Hi, I am Vineet, water consultant from Palakkad. നമുക്ക് വെള്ളം ടെസ്റ്റ് ചെയ്ത് വരുമ്പോൾ പല പാരാമീറ്റേഴ്സ് അതിനകത്ത് ടെസ്റ്റിങ്ങിൽ കാണിക്കാറുണ്ട്. അതിൽ ഇപ്പോൾ മാർക്കറ്റിൽ കാണുന്ന ഒരു പ്രവണത അതിൻ്റെ TDS മാത്രം നോക്കിക്കൊണ്ട് ഒരു വാട്ടർ ഫിൽറ്റർ സെലക്ട് ചെയ്യുക അല്ലെങ്കിൽ വെസൽ ഫിൽറ്റർ സെലക്ട് ചെയ്യുക എന്നുള്ളൊരു പ്രവണത വ്യാപകമായിട്ട് കണ്ടുവരുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ TDS എന്താണെന്ന് ആദ്യം മനസ്സിലാക്കും. വെള്ളത്തിലുള്ള ടോട്ടൽ ഡിസോൾവ് സോളിഡ്സ് ആണ് ഈ TDS എന്ന് പറയുന്നത്. അതായത് വെള്ളത്തിൽ അടങ്ങിയിട്ടുള്ള പലതരം കെമിക്കൽസ്, പലതരം മിനറൽസ്. ഫോർ എക്സാമ്പിൾ അയൺ ആവാം, കാൽസ്യം ആവാം, മെഗ്നീഷ്യം ആവാം, അമോണിയം കണ്ടന്റ് ആവാം. അങ്ങനെ 10-15 തരം ടെസ്റ്റുകളൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ എല്ലാ തരം അളവുകളും കൂടി ചേർന്നിട്ടുള്ള ടോട്ടലായിട്ടുള്ള ഒരു അളവിനെയാണ് TDS എന്ന് പറയുന്നത്. ഇത് മാത്രം കൺസിഡർ ചെയ്തുകൊണ്ട് ഒരു ഫിൽറ്റർ സെലക്ട് ചെയ്യുന്നതിനുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഫോർ എക്സാമ്പിൾ നിങ്ങളുടെ വെൽ വാട്ടർ അല്ലെങ്കിൽ ബോർവെൽ വാട്ടർ ഏതുമായിക്കോട്ടെ, ഓരോ വെല്ലിനും ഓരോ ബോർവെല്ലിനും അതിനകത്ത് അടങ്ങിയിട്ടുള്ള മിനറൽസും കണ്ടാമിനൻസും ഡിഫറെൻ്റ് ആയിരിക്കും. ഈ ടോട്ടൽ ഡിസോൾവ്സ് പറയുന്നതിൻ്റെ എല്ലാത്തിനും ചേർന്നിട്ടുള്ള അളവാണ്. ടെസ്റ്റ് ചെയ്തപ്പോൾ ഒരു 150-200 ആണ് TDS കിട്ടിയെന്ന് വിചാരിക്കും. സ്വാഭാവികമായിട്ടും ഇത്തരത്തിൽ ഉള്ളൊരു മെഷർമെൻറ്റ് കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ഓക്കെ, വലിയ കൂടുതലൊന്നുമില്ല, ഒരു UV UF ഒക്കെ സെലക്ട് ചെയ്താൽ മതിയല്ലോ. ഇവിടെ ഒരു പറ്റുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇതിനകത്തുള്ള മെറ്റൽസോ അല്ലെങ്കിൽ മിനറൽസോ സെപ്പറേറ്റ് ചെയ്തുകൊണ്ട് നമ്മൾ നോക്കിയിട്ടില്ല. സപ്പോസ് ഇതിലുള്ള ഏതെങ്കിലും ഒരു കണ്ടന്റ് അയൺ ആണ് ഏറ്റവും കൂടുതൽ കൂടിയിട്ടുണ്ടെങ്കിലും അപ്പോഴും ഈ 200 വരാം. അതല്ല, കാൽസ്യമോ മെഗ്നീഷ്യമോ മാത്രമാണ് ഷോർട്ടപ്പ് ചെയ്ത് നിൽക്കുന്നത്, അങ്ങനെയാണെങ്കിലും 200 വരാം. ഒരു ഡോക്ടർക്ക് ഒരിക്കലും തെർമോമീറ്ററിലെ മെഷർമെൻറ്റ് വെച്ചുകൊണ്ട് മാത്രം ഒരു മരുന്ന് കുറിക്കാനാവില്ല. അതുപോലെ സ്റ്റെതസ്കോപ്പ് വെച്ചുകൊണ്ട് മാത്രം ഒരു മരുന്ന് കുറിച്ച് തരുമോ? ഇല്ല. ചിലപ്പോൾ അതിന് ഡീപ്പായിട്ടുള്ള വീണ്ടും ഒരു ഡയഗ്നോസിസ് വേണ്ടി വരും. ചില കേസിൽ ബൈ എക്സ്പീരിയൻസ് ചെയ്യാനായേക്കാം, ഇല്ല എന്ന് പറയുന്നില്ല. പക്ഷേ TDSനെ മാത്രം ഒരിക്കലും ഡിപ്പെൻഡ് ചെയ്യരുത്. അത് മാത്രം കണക്കിലെടുത്തുകൊണ്ട് ഒരു പ്യൂരിഫയറോ ഫിൽറ്ററോ വയ്ക്കാനുള്ള തീരുമാനം എടുക്കരുത്.